മലയോരത്തെ കന്നിമണ്ണിൽ കനകം വിളയിക്കുവാൻ കൊട്ടിയൂരിന്റെ മലമടക്കുകളിലേക്ക് കുടിയേറിയ പട്ടിണി പാവങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു കുടിയിറക്ക് കാലഘട്ടമുണ്ടായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചുരുക്കൂട്ടിയത് മുഴുവനും കൊടുത്ത് വാക്കാൽ ചാർത്തായും പുറപ്പാട് കൊടുക്കുന്ന പാട്ടഭൂമിയായും കൈവശപ്പെടുത്തിയത് മുഴുവനും നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ മുഴുവൻ ജനങ്ങളും സമരമുഖത്തേക്കിറങ്ങിയ ഐതിഹാസികമായ കൊട്ടിയൂർ കുടിയിറക്ക് സമരത്തിന്റെ കാര്യകാരണങ്ങളും തിരുവനന്തപുരത്തേക്ക് നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ തുടക്കം വരെയുള്ള സംഭവങ്ങളും അക്കാലത്തെ സമരനായകന്മാർ ഓർത്തെടുക്കുന്നു. വയനാട്ടിലെ 52 SLC പരീക്ഷ എഴുതിയിട്ട വയനാട്ടിൽ വരുന്നത്. അപ്പം അതിനും പോയി വീട്ടുകാർ പോകുന്നായിരുന്നു. അവിടുന്ന് 1960 ഞാൻ എൻ്റെ അപ്പൻ്റെ അനിയന്മാരെ ഉണ്ട്, നേരെയല്ല അവരെ കേരളത്തിൽ കൊണ്ടാക്കാൻ വന്നു. അവർ കേരളം സ്ഥലം പിടിച്ചു. ഇങ്ങനെ കേരളം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനങ്ങനെ കേരളത്തേക്ക് പോന്നു 1960. ആയിരക്കാണ് ഈ കൊട്ടിയൂർ അല്ല മന്നത്തോട്ട് മാവൻ കൊട്ടിയൂർ ദേവസ്വം 30,000 ഏക്കർ പാട്ടത്തിലെടുക്കുന്നത് 99 കൊല്ലത്തേക്ക്. കൊട്ടിയൂരിൻ്റെ പറഞ്ഞാൽ ഇതിവിടെ പഴയ കാലത്ത് 30,000 ഏക്കർ സ്ഥലമെന്നാണ് പറയുന്നത്. അതിൽ 27,000 ഏക്കർ കൈവശവും 3,000 ഏക്കർ വെസ്റ്റേൺ ഫോറസ്റ്റ് എന്നാണ് അന്നത്തെ ഒരു സങ്കല്പം. ഈ സ്വത്ത് ശരിക്കും പറഞ്ഞാൽ മണത്തണം 4 കുടുംബക്കാരുടെ സ്വത്ത്. അവർ തന്നെ അവരുടെ വകയാണ് ഈ കൊട്ടിയൂർ ദേവസ്വം. ഈ 4 കുടുംബക്കാരുടെ വകയാണ് ഈ കൊട്ടിയൂർ ദേവസ്വം. അപ്പോൾ 4 ഊരാളന്മാരെന്ന് പറയും. അതാണ് അവരുടെയാണ് കൊട്ടിയൂർ ദേവസ്വം. ഇവർ തന്നെയാണ് ഭരിക്കുന്നത്, ഇവരെയാണ് ഇവിടെ സ്വത്ത്. അതാണ് കൊട്ടിയൂർ ദേവസ്വം. ഞാനിവിടെ ഈ 4 കുടുംബക്കാരുടെ സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി ചെയർമാൻ ആരുണ്ടെന്ന് 4 പേരൊന്നും എനിക്കറിയത്തില്ല. അവർ ഈ സ്വത്തെല്ലാം കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് ടാക്സ്, ഈ വ്യക്തികൾക്ക് കുടുംബക്കാർക്ക് ടാക്സ് അടയ്ക്കാനോ ഇതിന് ഡീൽ ചെയ്യാനോ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഒരു ഏക്കറല്ലേ സാർ, 30,000 ഏക്കേഴ്സ് എന്നല്ലേ പറയുന്നത്. അത് മണിയാൻ സാധിക്കാവുന്നപ്പോഴത്തേക്ക് അതവർ ഈ കൊട്ടിയൂർ ദേവസ്വം അന്നത്തെ ചെയർമാൻ പറഞ്ഞു ഇത് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ആണെന്ന് പറഞ്ഞു. അവരതിന് അതനുസരിച്ച് അവർ കൈവശം വെച്ച് അനുഭവിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ വരുമ്പോൾ സ്ഥലത്തിന് ഇങ്ങനെ വന്നൊരു പൈസയും കൊണ്ട് വന്ന് നിങ്ങൾ കുറേ രൂപയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊട്ടിയൂർ ദേവസ്വം പോയിട്ട് മറുപാട്ടം വാങ്ങിക്കാൻ തുടങ്ങി. മറുപാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ സ്ഥലം ഞാൻ കൃഷിക്കെടുത്തിട്ട് മാസം തോറും നിങ്ങൾക്ക് ഒരു തുക പുറപ്പാട്. അതിലാണ് ടെക്നിക്കൽ വേർഡ്സ് അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല. പുറപ്പാട് ഈ പുറപ്പാട് ദേവസ്വത്തിന് കൊടുത്ത് അനുഭവിച്ചോളാം. ഞങ്ങൾ മറുപാട്ടം എടുത്തൊന്ന് അല്ലാതെ എടുക്കാതെ കൊണ്ട് വാക്കാൽ ഇത് ഇവരുടേതും അത് സാറേ നിങ്ങളാണ്, യു ആർ ദി ഷെയർ ഹോൾഡർ ഈ ഫാമിലി. പക്ഷെ നിങ്ങൾ എന്നെ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ പ്രതിഫലം വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങളെ കൈപ്പറ്റിയിട്ടും കൂടി എന്നെ ഇവിടെ നിങ്ങൾ കുടിയേറാം. അങ്ങനെ പിന്നെ ഒന്നുമില്ലാതെ വന്ന് കയറുന്നവരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കുടിയേറ്റങ്ങളും ഇവിടെ നടന്നു. കാരണം ഇങ്ങനെ കിടന്നുകൊണ്ട് അപ്പം വന്നു ഹിയോസ് വലിയ എൻ്റെ അയൽവാസി അവിടെ ഞാൻ ശരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹം നോക്കിയപ്പോൾ എൻ്റെ ഈ സ്ഥലത്തിന് അദ്ദേഹം ഒരു മേൽച്ചാർത്തെന്നാണ് ഞങ്ങൾ പറയുന്നത്. മേൽച്ചാർത്ത് ഈ 27,000 ഏക്കർ 99 വർഷക്കാലത്തേക്ക് മേൽച്ചാർത്ത് വെച്ചു. ചാർത്തുണ്ടല്ലോ ഞങ്ങൾക്ക്. ദാറ്റ് മീൻസ് ഞാൻ മറുപാട്ടം ഒന്നും കൂടെ പറഞ്ഞില്ലേ, ദാറ്റ് ഇസ് വൺ ചാർത്ത്. അത് ഈ വന്ന് ഇവിടുത്തെ ടെക്നിക്കൽ വേർഡ്സ് ആയതൊക്കെ. ഞാൻ മറുപാട്ടം ഒന്നും കൂടെ പറഞ്ഞു, അതാണ് അതിൻ്റെ കറക്റ്റ് നമ്മൾ പറയുന്നത്. അതൊരു ചാർത്താണ്. ചാർത്തെഴുതി വാങ്ങിക്കാന്നോ അതിൻ്റെ ഒരു മലയാളത്തിൽ ഈ ഭാഷ മലയാള ഭാഷ പറയുന്നതാണ്. അങ്ങനെ അതിന് മേൽച്ചാർത്ത്, അതാണ് മേൽച്ചാർത്ത്. ഇപ്പം നിങ്ങൾ എന്നോടൊക്കെ ഇവിടെ കൊട്ടിയൂർ ദിവസം നിങ്ങൾ 30 ഏക്കറിനോ 50 ഏക്കറിനോ സ്ഥലം ഇങ്ങനെ ദിവസത്തോട് വഴിപ്പെട്ടിട്ട് ഏക്കറിന് ഞാൻ ഇത്ര രൂപ നിങ്ങൾക്ക് വഴിപാട് തന്നോളാം, വഴിപാടല്ല പുറപ്പാട് തന്നോളാം എന്ന് പറഞ്ഞിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അത് അവർ പിരിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ സ്റ്റിൽ ഐ ആം കീപ്പിംഗ് ദാറ്റ് ഇത് പുറപ്പാട്.
കുടിയേറി നടക്കണ്ടായിരുന്നു. അത് പ്രശ്നം കുടിയേൽപ്പിക്കലില്ലേ, ചൂടാകില്ല മനുഷ്യൻ. തിരക്കിടാൻ പോകുമ്പോൾ തന്നെ കുട്ടിയൂരിൽ നിന്നൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അമ്പായത്തോട് വരും, ചൂരി ഇവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും വരും. അന്ന് നമ്മളെയൊക്കെ തൊഴിൽ എന്നും ജാഥ നിൽക്കില്ല. പന്തം കൊളുത്തിയും ചൂച്ചും പന്തം കൊളുത്തിയും ചൂച്ചും പകലെല്ലാം പാൻ കഴിയും. വൈകുന്നേരമൊക്കെ ജാഥയും മീറ്റിംഗും ആയിട്ട് ഞങ്ങൾ കഴിക്കും. അതോടൊപ്പം തന്നെ ഷിമോഗ കുടിയിറക്കെന്ന് പറഞ്ഞ കുടിയിറക്കുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല? ഷിമോഗ കർണാടക സ്റ്റേറ്റിൽ ഇതുപോലെ സെറ്റിലേഴ്സ് എന്ന് പറയാൻ എല്ലാ സ്ഥലത്തേക്കും പോയി. ഷിമോഗയെ കുടിയേറിയവരെ ഇറക്കിയത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈറേഞ്ചിലേക്ക് നമ്മൾ സർക്കാർ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ വിട്ടു. അവിടെ അമരാവതി എന്ന സ്ഥലത്ത് അവിടെയും കുടിയിറക്കി, ഗവൺമെൻറ് കുടിയിറക്കി. ഇതെല്ലാം ഒരേമാതിരി കോയിൻസൈഡ് ചെയ്തു. ഷിമോഗ കുടിയിറക്കും, അമരാവതി സഭയെ കുടിയിറക്കും, കെട്ടൂർ കുടിയിറക്കും, എല്ലാം എങ്ങനെ ഒരേ അത് എന്താണെന്ന് അറിയത്തില്ല. ഒരു ഇതങ്ങനെ ഒരുമിച്ച് വന്നപ്പം ജനങ്ങൾ ഭയങ്കര ടെൻഷനായി. അപ്പോൾ കൊട്ടിയൂരിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് കൊട്ടിയൂർ ഞങ്ങൾക്ക് എന്നാ ചെയ്യും, ഞങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടാൻ നോക്കി. അവരൊക്കെ സിൻസിയറായിട്ട് തന്നെ ഞങ്ങളെ സഹായിച്ചു. എനിക്ക് അഭിപ്രായത്തില്ല. കമ്മീഷുകാരെ പിടിച്ചു, എന്നീ വാൾറാം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അവരൊക്കെയാണ് ഇവിടുത്തെ കമ്മീഷുകാർ. എന്നീ വാൾറാം എന്ന് പറഞ്ഞാൽ ഓരോ കണ്ണോങ്കാരൻ മനുഷ്യനുണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അതൊക്കെ വളരെ ഹി വാസ് വെരി ഈവൻ AK-G അവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷെ പറഞ്ഞിട്ടില്ല, ദേ കനോട്ട്, അവരെ കൊണ്ട് ആരും നമ്മളെ വെൽ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മളെ ഒരു ചരടിലാക്കാൻ സാധിച്ചില്ല. അതിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പറയുമ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ പറയും. അദ്ദേഹം PSP എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി ഉണ്ട്, നമ്മുടെ PR ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? അയാളുടെ PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PR ഗ്രൂപ്പ്. ഇവരൊക്കെ എന്താ അപ്പോൾ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയങ്ങളും വ്യത്യസ്തങ്ങളായ ഇടപാടുമുണ്ട്. അപ്പോൾ നിങ്ങൾ PSPക്കാരെ കുട്ടൂർ പോയി കാണും, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പോയി കാണും, അദ്ദേഹത്തിൻ്റെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ കാണും. ഇതെല്ലാം ഇങ്ങനെ ഒരു നമുക്ക് ഏകോപിപ്പിക്കാൻ സാധിക്കാതെ വിഷമത്തിലേക്ക് ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്. പക്ഷേ നമ്മൾക്ക് അന്ന് ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയത്, നമ്മുടെ വെള്ളപ്പള്ളി പിതാവിനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അങ്ങേരോട് ഞങ്ങളിത് കൺസൾട്ട് ചെയ്തപ്പോൾ അങ്ങേര് പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, ഫാദർ ജോസഫ് അടക്കനെ ഇതിൽ ഇടപെടിക്കാം. അച്ഛൻ പ്രഭാഷം വന്നു, വെല്ലിംഗം വന്നു. അവസാനം ഈ ജാഥ പോകാൻ തീരുമാനിച്ചു. 1961 ആഗസ്റ്റ് 9 കിച്ചിൻ്റെ ദിനത്തിൽ ആണ് ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെടുന്നത്. ഇവിടുന്ന് പുറപ്പെടുന്നത് ക്യാപ്റ്റനടക്കം 15 പേര്. അന്ന് ഈ മാധ്യമങ്ങളൊന്നും നമുക്ക് സപ്പോർട്ടില്ലാത്തതാണ്. തൊഴിലാളി പേപ്പർ വടക്കനച്ഛൻ, അതും ചുരുങ്ങിയ പ്രതികളെ അന്ന് ഇതാകുന്നുള്ളൂ, കൂടുതലൊന്നും ഇല്ല. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കാർന്നോട്ട പ്രചരണ ജാഥ വെച്ചത്. ജനങ്ങളെ എല്ലാവരും പബ്ലിസിറ്റി കൊടുത്ത് തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ അറിയുക. അതിനാണ് കാർന്നോട്ട ജാഥ നയിക്കാൻ തീരുമാനമായത്. അന്ന് ആ സമരം നയിച്ചത് ആരായിരുന്നെന്നും ആരൊക്കെ ഉണ്ടായിരുന്നെന്നും രണ്ടുപേരും കൂടി ഓർത്തെന്ന് പറയാമോ? നയിച്ചത് അന്ന് വെല്ലിംഗ്ടൺ. അല്ല, സമരത്തിന്റെ നായകൻ തലശ്ശേരി ബിഷപ്പായിരുന്നു, വെള്ളപ്പള്ളി പിതാവായിരുന്നു. വെള്ളപ്പള്ളി പിതാവായിരുന്നതിന്റെ എല്ലാം ശരിയാക്കി. അപ്പൊ ഇത് നയിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരാളെ കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ നാലപ്പാട് എന്ന് പറഞ്ഞൊരു ബിഷപ്പായിരുന്നു. തലശ്ശേരി പിതാവ് ആ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വടക്കനച്ഛനെ നമുക്ക് വിട്ടു തന്നത്. വടക്കനച്ഛൻ്റെ കെയർഓഫിലാണ് വെല്ലിക്കടം വന്നത്. അങ്ങനെയാണ് വെല്ലിക്കടം ജാഥ ക്യാപ്റ്റനായി ഇവിടെ നയിച്ചത്. ചേട്ടൻ വൈസ് ക്യാപ്റ്റൻ. പിന്നെ വേറെ ആരൊക്കെയായിരുന്നു? തൊണ്ടിയിലപ്പൻ ചേട്ടനും വലിപ്പാപ്പൻ ചേട്ടനും അടക്കാത്തോട്. പിന്നെ കുട്ടിയിരുന്ന നമ്മുടെ കേരളത്തിന്ന് ഞാന് കലിക്കത്തമ്മച്ചൻ, പിന്നെ അന്തോനിച്ചൻ ചീരമ്മേലി അന്തോനിച്ചനും കണിച്ചാറ്, നമ്മളെ മുണ്ടാട്ടിയുണ്ട പോള, പിന്നെ ആ ബാലൻ തൊണ്ടിക്കാരനാണ്. പിന്നെ ചുങ്കക്കുന്നന്റെ മാത്യു കൊട്ടാരം, ചാക്കോച്ചൻ, പതിനപ്പുറ. കുട്ടിയൂരിന്ന് ഇവിടുന്ന് ഞങ്ങള് പിന്നെ പിന്നെ പന്മനക്കുന്ന ജോസഫ്, കറിയാച്ചേട്ടൻ,